വീക്കെൻഡ് എപ്പിസോഡ് തുടങ്ങിയപ്പോൾ തന്നെ ലാലേട്ടൻ ഒരു പണിയാണ് മത്സരാർത്ഥികൾക്ക് കൊടുത്തത്. അത് ബിഗ് ബോസ് ആയിട്ട് തന്നെ കഴിഞ്ഞ ദിവസം മുളപ്പിച്ച ഒരു പണിയാണ്. അത് ലാലേട്ടനാണ് ഇപ്പോൾ ഏറ്റുപിടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മത്സരാർത്ഥികളോട് ബിഗ് ബോസിനെ പറ്റി ഒരു പോസിറ്റീവായ കാര്യവും നെഗറ്റീവായ കാര്യവും പറയാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പോൾ നെഗറ്റീവ് പറഞ്ഞവരോട് എല്ലാവരോടും ലാലേട്ടൻ അത് എന്താണ് ആ ഒരു നെഗറ്റീവ് അങ്ങനെ പറയാൻ കാരണമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അനിമോൾ അന്ന് പറഞ്ഞത് ബിഗ് ബോസിന് ചെറിയ ഫേവററ്റിസമുണ്ട്, ഇവിടെ ചിലരോടൊക്കെ കൂടുതൽ അടുപ്പമുള്ളതായിട്ട് അറിയാമെന്ന് അനിമോൾ അന്ന് പറഞ്ഞിരുന്നു. ഫേവറേറ്റിസം ഉണ്ട് ബിഗ് ബോസിനെന്ന് അന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ലാലേട്ടൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് അനിമോൾ അങ്ങനെ പറഞ്ഞത്, ആരോടാണ് ഫേവറേറ്റിസം കാണിക്കുന്നതായിട്ട് അനിമോൾക്ക് തോന്നിയത് എന്ന് ചോദിച്ചു. അപ്പോൾ അനിമോൾ പറഞ്ഞു, നെവിനോടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംസാരിക്കുന്നതായിട്ട് എനിക്ക് അറിയാം ലാലേട്ട, അതുകൊണ്ട് നെവിനോടൊക്കെ ചെറിയ ഫേവറേറ്റിസം ബിഗ് ബോസിനുണ്ട് എന്ന് ലാലേട്ടൻ്റെ അടുത്ത് പറയുന്നു. അപ്പോൾ തന്നെ ലാലേട്ടൻ ബിഗ് ബോസിനോട് പറയുകയാണ്, ബിഗ് ബോസ് അങ്ങ് തന്നെ ഇതിനൊരു മറുപടി അങ്ങ് പറഞ്ഞോളൂ എന്ന് പറയുന്നു. അപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട്, അനിമോൾക്കൊരു സങ്കടം വന്നപ്പോൾ ഞാനേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ, പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അനിമോളോട് പറയുന്നു. അപ്പോൾ തന്നെ അനിമോൾ പറയുന്നുണ്ട്, അതെ ബിഗ് ബോസിനെ അപമാനിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ബിഗ് ബോസ് പറഞ്ഞതിനോട് യോജിച്ചങ്ങ് പോകുന്നു. അത് കഴിഞ്ഞ് ബിഗ് ബോസ് പറയുന്നു, എനിക്ക് ആരോടും ഒരു ഫേവറേറ്റീസും ഇല്ല, ഞങ്ങളെല്ലാവരും ഒരുപോലെയാണ് നിൽക്കുന്നത് എന്ന് ബിഗ് ബോസ് പറയുന്നു. അത് കഴിഞ്ഞ് ലാലേട്ടൻ പറയുന്നു, ബിഗ് ബോസിന് മാത്രമല്ല ഞങ്ങൾക്ക് ആർക്കും ഒരു മത്സരാർത്ഥിയോടും പ്രത്യേകിച്ച് ഫേവറേറ്റിസം ഒന്നുമില്ല. അതുപോലെ തന്നെ ബിഗ് ബോസ് ലാസ്റ്റ് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് പ്രത്യേകിച്ച് ആരോടും ഫേവറേറ്റിസം ഒന്നുമില്ല, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെയല്ലേ പണികൾ തരുന്നതെന്ന്. എന്തായാലും കഴിഞ്ഞ ദിവസം കൊടുത്ത ഒരു ടാസ്ക് ഇപ്പോൾ മത്സരാർത്ഥികൾക്ക് തന്നെ ഒരു തിരിച്ചടി ആയിക്കൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസിന് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.